ഭാഗവതത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത് ദക്ഷന്റെ ചരിത്രമാണ്. ദക്ഷന്റെ ഒരു ചരിത്രം നമ്മൾ നേരത്തെ കേട്ടു അല്ലെ? എവിടെ കേട്ടു? ദക്ഷയാഗം. ആ സമയത്ത് ദക്ഷന്റെ ചരിത്രം കേട്ടു. ആ ജന്മം കഴിഞ്ഞിട്ടും ദക്ഷന് മോക്ഷം കിട്ടി. എന്താ കാരണം? വലിയ ആളാണ്. നമ്മൾ അന്ന് പറഞ്ഞു, ദക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവുകളുമുള്ള ആളാണ് അല്ലേ? സാക്ഷാൽ മഹാദേവന്റെ അമ്മാവനാണ്, ദാക്ഷായണിയുടെ അച്ഛനാണ്, ബ്രഹ്മാവിന്റെ പുത്രനാണ്, നിറയെ യോഗ്യതകളുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വന്നു. എന്താ കാരണം? എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? ശിവാപരാധം അല്ലെ? മഹാദേവനെതിരെ അപരാധം ചെയ്തു. ആരാണോ മഹാദേവനെതിരെ അപരാധം ചെയ്യുന്നത് ആ വ്യക്തിക്ക് മോക്ഷം ഉണ്ടാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ തന്നെ പറയുന്നു, വൈഷ്ണവാനാം യഥാ ശംഭു. വൈഷ്ണവന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണെന്ന് ചോദിച്ചാൽ അതത്രേ ശംഭു. ശംഭു എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവൻ. ശംഭോ മഹാദേവ എന്ന് പറയുന്നത് ശംഭു ശിവനാണ്.